എന്നും ഒരു കൂപ്പുകൈയോടെയാണ് ഞാൻ ഈ ദേവാലയത്തിന്റെ നടയിൽ കൂടെ പോകുന്നത്. ഈ നാട്ടുകാർ യഥാർത്ഥത്തിൽ ഈ ചർച്ചിന്റെ മുറ്റത്ത് നടക്കുന്ന ഈ സ്നേഹ സംഗമത്തെ കാണുന്നത്. മാനവ സൗഹാർദ്ദത്തിന്റെ പ്രതീകമായി മാറുകയാണ് ബാലരാമപുരം സെബസ്ത്യാനോസ് ചർച്ചിലെ തിരുനാളിന്റെ കൊടിയേറ്റ്. എനിക്ക് ഈ ദേവാലയത്തിലെ ഈ സമ്മേളനം പേരിട്ടത് സ്നേഹസന്ധ്യ എന്നാണ്. മതസൗഹാർദ്ദത്തിൻ്റെ സമ്മേളനമായിട്ടാണ് ഈ സ്നേഹ സമ്മേളനത്തെ കണക്കാക്കിയിരിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയുമെല്ലാം എനിക്ക് മുമ്പേ സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാധാന്യത്തെയും പ്രത്യേകതയും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ നിറഞ്ഞ സന്തോഷത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കട്ടെ. മതങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. പ്രശ്നങ്ങളെല്ലാം മനുഷ്യർ തമ്മിലാണ്. മനുഷ്യർ പ്രശ്നങ്ങൾക്കായി മതങ്ങളെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു. ഫലമോ എത്ര പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ ഉടലെടുക്കുന്നു. സമാധാനവും സ്നേഹവും എന്ന കാര്യം ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാ പേരും അവതരിപ്പിച്ചു. മാനവികതയുടെ സൗഹാർദ്ദം നിലനിർത്തുന്ന ഈ കാഴ്ച ഒരു നാടിന് തന്നെ മാതൃകയായി മാറിയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ ഉത്സവം എന്ന നിലക്കാണ് ഈ നാട്ടുകാർ യഥാർത്ഥത്തിൽ ഈ ചർച്ചിൻ്റെ മുറ്റത്ത് നടക്കുന്ന ഈ സ്നേഹ സംഗമത്തെ കാണുന്നത്. സാധാരണഗതിയിൽ പലയിടങ്ങളിലും പരിപാടികൾക്ക് പോകാറുണ്ടെങ്കിലും കുറച്ചുകൂടി അടുപ്പവും സ്നേഹവും തോന്നുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് ഭംഗിവാക്കിന് വേണ്ടി പറയുകയല്ല, ഹൃദയം തുറന്നുകൊണ്ട് പറയുകയാണ്. പിന്നെ കഴിഞ്ഞ 32 വർഷങ്ങളായി ഈ ദേവാലയത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു സാധാരണ മനുഷ്യനും കൂടെയാണ് ഞാൻ. ഇവിടെ ഈ ദേവാലയത്തിലേക്ക് ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ എന്നും ഒരു കൂപ്പുകൈയോടെയാണ് ഞാൻ ഈ ദേവാലയത്തിൻ്റെ നടയിൽ കൂടെ പോകുന്നത്. ഒരു പക്ഷേ ഇതിനുള്ളിലിരിക്കുന്ന ആ വിശുദ്ധ സെബാസ്റ്റ്യനോസ് പറഞ്ഞിരിക്കാം, ഇന്ന് ഈ കൊടിയേറുമ്പോൾ ഈ തിരുനടയിൽ ഞാനൊന്ന് വരണം. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാ മുഖങ്ങളിലും ഏറെക്കുറെയൊക്കെ ഞാൻ കാണുന്നതാണെന്ന് തോന്നുന്നുണ്ട്. ഈ ദേവാലയത്തിൻ്റെ ഒരു പഴയ ചരിത്രവും ഞാൻ കണ്ടതാണ്. ശരിക്കും ഒരു പക്ഷേ ബാലരാമ സ്കൂളിൽ ഞാൻ ശുഭമായിട്ട് പഠിക്കുമ്പോൾ, ശുഭോദയുടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പഠിക്കുന്ന സമയത്തിന് ക്ലാസ്സിൽ പോകാതെ ഈ ദേവാലയത്തിൽ വന്നിട്ടൊരു ചരിത്രം എനിക്കുണ്ട്, ക്ലാസ്സിൽ കയറാതെ. പക്ഷെ അന്ന് ഈ ദേവാലയത്തിൽ ഞാൻ കാണുന്നത് ശരിക്കും ചെറിയൊരു ഇത്രയും വലുപ്പം ഉണ്ടെങ്കിലും ഷീറ്റിട്ട് അകത്ത് ഒരുപാട് മാടപ്രാവുകൾ ഇരുന്ന ഒരു ദേവാലയമാണ്. ആ ദേവാലയത്തിന് ഞാനിന്ന് കാണുന്നത് ഒരു സ്വർഗമായാണ്. ശരിക്കും സ്വർഗമാണ് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരും ഈ ഭഗവാന് വേണ്ടി ഇവിടെ അർപ്പിച്ച ഓരോ കാണിക്കകളും, ഇവിടെ ഇരുന്ന ഓരോ പുരോഹിതന്മാരും ഇതിനു വേണ്ടി ഇവിടെ ചെയ്ത് ഈ പണിതുയർത്തിയ ഈ സ്വർഗം കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതിന് ഈ ഇടവകയിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും വേണ്ടി നിങ്ങളൊരു കൈയടി എടുക്കോ. കാരണം ഒരു ദേശത്തിന്റെ പ്രധാനമായ ഒരു വസ്തു എന്ന് പറയുന്നത് അവിടുത്തെ ആരാധനാലയങ്ങളാണ്. ആരാധനാലയങ്ങൾ വളരുമ്പോൾ മാത്രമേ ആ ദേശം വളരാറുള്ളൂ. ആരാധനാലയങ്ങൾ എങ്ങനെ വളരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു പുരോഹിതനുണ്ടോ, ഇപ്പൊ ഫാദറാകട്ടെ, ഇമാമാകട്ടെ, ഒരു ക്ഷേത്ര മേൽശാന്തി ആകട്ടെ, ആരുമാകട്ടെ, അവന്റെ അടുത്തേക്ക് വരുന്ന ഓരോ വ്യക്തികളും സങ്കടങ്ങൾ പറയാനാണ് വരുന്നത്. ആ സങ്കടങ്ങൾ അവരുടെ സ്വകാര്യതകളാണ്. ആ സ്വകാര്യതകളോടെ കേട്ടിട്ട് അവന് കൃത്യമായൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഓരോ ഇമാമാരും ഓരോ ഫാദറും ഓരോ മേൽശാന്തിമാരും അത് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ആ ഇടവകകൾ വളരുന്നത്. അങ്ങനെ വളർന്നൊരു ഇടവകയാണ് ഇത് ഞാൻ കാണുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം ആ സ്വർഗം. ഈ സ്വർഗം ഇവിടെ ഉണ്ടാക്കിയ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിനകത്തും നിങ്ങളൊരു സ്വർഗം ഉണ്ടാക്കണം. ഈ ദേവാലയത്തിൽ ഉണ്ടായ സ്വർഗം പോലെ നിങ്ങളുടെ വീട്ടിനകത്തൊരു സ്വർഗം ഉണ്ടാകണം. ആ സ്വർഗം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം, ശുദ്ധമായൊരു മനസ്സ് വേണം. എൻ്റെ മനസ്സിനകത്തുണ്ടാകുന്ന ശാന്തിയും സമാധാനവും സ്നേഹവും ഇമാം പറഞ്ഞു ഏറ്റവും പ്രധാനമായി നമ്മൾ വളരുന്നത് മനസ്സുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ആരോടും വൈരുദ്ധ്യമില്ലാതെ, ആരോടും ശത്രുതയില്ലാതെ എല്ലാരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മാനസികമായ അവസ്ഥ നമ്മളെ പഠിപ്പിച്ച വേദങ്ങൾ അങ്ങനെയാണ്. ക്രിസ്തു പറഞ്ഞതും അത് തന്നെയാണ്, ഇസ്ലാം പറഞ്ഞതും അത് തന്നെയാണ്, ഹിന്ദു പറഞ്ഞതും അത് തന്നെയാണ്. അപ്പൊ നമുക്ക് ജാതിയില്ല, മതമില്ല, വർഗമില്ലാതെ ജീവിക്കണം. ഞാൻ ഉറപ്പായും പറയും, ഞാനൊരു ഹിന്ദുവല്ല, ഞാനൊരു ക്രിസ്ത്യാനിയല്ല, ഞാനൊരു ഇസ്ലാമല്ല, ഞാനൊരു മനുഷ്യനാണ്. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഇമാമിനോട് ചോദിച്ചാൽ അങ്ങ് ഇസ്ലാം ആണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹം ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ജനിച്ച കുലത്തിൽ നിന്ന് മാത്രം പറയാനേ പറ്റുള്ളൂ ഞാനൊരു ഇസ്ലാമാണെന്ന്. ഫാദറോട് ചോദിച്ചാലും അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ജനിച്ച കുലത്തിന്റെ മാത്രമായിട്ടുണ്ടാകുന്ന ഒരു വർഗത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ മാത്രമാണ്. അതിനപ്പുറം നമ്മളൊരു മനുഷ്യനാണ്. ആ മനുഷ്യനായി കാണാനായിട്ടുണ്ടാകുന്ന ഒരു മനസ്സുണ്ടാകണം നമുക്ക് എപ്പോഴും. വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ തേടിയുള്ള ഈ 10 ദിവസത്തെ യാത്ര വിശ്വാസികളായ നമുക്ക് വിശ്വാസത്തെ ഉയർത്തുവാനുള്ള ഒരു ചവിട്ടുപടിയാണ്. ഒപ്പം പ്രത്യാശയുടെ തീർത്ഥാടകരായി മുന്നോട്ട് പോകുവാനായി തിരുസഭ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തിരുനാൾ നമുക്ക് പങ്കുവയ്ക്കപ്പെടുന്നതും ഈ ഒരു ആശയം തന്നെയാണ്. തിരുനാളിൻ്റെ 10 ദിവസങ്ങളിലുമുള്ള ഏകദേശം 20ഓളം കാരുണ്യ പ്രവൃത്തികൾ അതിനൊരു മകുടോദാഹരണമാണ്. ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ തിരുനാൾ ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഏറെ ഹൃദ്യമായി നേർന്നുകൊള്ളുന്നു. ഒട്ടനവധി ചരിത്രമുറങ്ങുന്നതാണ് ബാലരാമപുരം സെബസ്ത്യാനോസ് ചർച്ച്. ഒരു നാടിൻ്റെ പൈതൃകവും സൗഹാർദ്ദവും വിളിച്ചോതിക്കൊണ്ടായിരുന്നു ഇവിടുത്തെ ഓരോ ആഘോഷ പരിപാടികൾക്കും തുടക്കം കുറിക്കുന്നത്.